ചെവിക്കുള്ളിൽ ചൊറിച്ചിലുണ്ടാകുമ്പോൾ അതേപോലെ തന്നെ ഇയർ വാക്സ് അഥവാ ചെവിക്കായം നീക്കാൻ വേണ്ടിയിട്ട് ഇയർബഡ്സ് ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ? അതുപോലെ സേഫ്റ്റി പിന്നിൻ്റെ പിറകുവശം, സ്ലൈഡ്, അതേപോലെ കീ, ഇതെല്ലാം നമ്മൾ ചെവിയിലിട്ട് തിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അല്ലേ? ചൊറിച്ചിൽ വരുമ്പോൾ അതുപോലെ എന്തെങ്കിലും ഇറിറ്റേഷൻ വരുമ്പോഴൊക്കെ ചെവീൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരായിരിക്കും നമ്മൾ പലരും. അത് ചെയ്യുന്നത് എത്രത്തോളം സേഫാണ്, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, ചെവിക്കായം നമ്മൾ നീക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ശരീരം വിയർക്കുന്ന പോലെ തന്നെ നമ്മുടെ ചെവിക്കകത്തെ സ്കിന്ന് സെക്രേറ്റ് ചെയ്യുന്ന ഒരു വസ്തുവാണ് ഇയർ വാക്സ് എന്ന് പറയുന്നത്. അത് നോർമലായിട്ട് നമുക്ക് അത്യാവശ്യമുള്ളൊരു സാധനമാണ്. നമ്മുടെ ചെവിക്കുള്ളിലെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അത് സെക്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളത് ഫോഴ്സ്ഫുള്ളി നമ്മൾ ഒരു കാരണവശാലും റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഉറുമ്പ്, അതേപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികൾ, അതുപോലുള്ള ഫോറിൻ വസ്തുക്കളൊക്കെ നമ്മുടെ ചെവിക്കകത്ത് കയറാതെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണ്. നമ്മൾ ഫോഴ്സ്ഫുള്ളി അത് ഒരു കാരണവശാലും നമ്മൾ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സംസാരിക്കുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചവയ്ക്കുമ്പോഴൊക്കെ നമ്മൾ ചൂയിങ് മൂവ്മെൻറ്റ്സ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രഷറിൻ്റെ വ്യത്യാസം കൊണ്ട് ഓട്ടോമാറ്റിക്കലി തന്നെ കുറേയൊക്കെ വാക്സ് പുറത്തേക്ക് പോകും. അത് നോർമലാണ്. പക്ഷേ അത് കട്ടിപിടിക്കുക, അത് ഭയങ്കര രീതിയിൽ കട്ടിപിടിക്കുക, അതുപോലെ തന്നെ ചെവിക്കകത്ത് ഇൻഫെക്ഷൻ ഉണ്ടാവുക, അക്യൂട്ട് സെപ്പറേറ്റീവ് ഒട്ടൈറ്റിസ് മീഡിയ, അതുപോലെ തന്നെ ക്രോണിക് സെപ്പറേറ്റീവ് ഒട്ടൈറ്റിസ് മീഡിയ, ASOM, CSOM പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, കേൾവിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഇയർ വാക്സ് അഥവാ ചെവിക്കായം റിമൂവ് ചെയ്യേണ്ടി വരുന്നത്. ചെവി എന്ന് പറയുന്നത് നമുക്ക് കേൾക്കാനുള്ള കേവലം ഒരു അവയവം മാത്രമല്ല, നമ്മുടെ ബോഡിയുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടി വേണ്ടിയിട്ട് അതിന് ഒരു സുപ്രധാന ധർമ്മമുണ്ട്. നമുക്ക് ഇടയിൽ പലരും ഒരു ഹാബിറ്റായിട്ട് തന്നെ നമ്മുടെ സേഫ്റ്റി പിന്നിൻ്റെ പിറകുവശം സ്ലൈഡൊക്കെ വെച്ചിട്ട് വെറുതെ ആ ഒരു സുഖം കിട്ടാൻ വേണ്ടിയിട്ട് പലരും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇട്ടുതിരിക്കുന്ന ഒരു സ്വഭാവം. നമുക്കറിയാം, നമ്മുടെ ചെവിയുടെ ഉള്ളിലുള്ള തൊലി എന്ന് പറയുന്നത് വളരെ നേർത്ത തൊലിയാണ്. അതുകൊണ്ട് നമ്മൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അതിന് ചെറിയ ഇറിറ്റേഷൻ ഉണ്ടാവും, തൊലി ഇളകി പോരാം, ചെവിക്കകത്ത് ഇൻഫെക്ഷൻ വരാം. നമുക്കറിയാം, പല കുട്ടികൾക്കും ഈ ഒരു ഇയർബഡ്സ് ഇടുന്ന സ്വഭാവം കൊണ്ടാണ് ചെവിക്കകത്ത് പഴുപ്പ് വരുന്നത്, അതേപോലെ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെയുള്ള ശീലമുള്ളവർ അത് ഒഴിവാക്കുക. നമ്മളൊരു കാരണവശാലും ചെവിക്കായം അങ്ങനെ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണ് ചെവിക്കായം? ചെവിക്കായം എന്ന് പറയുന്നത് നമ്മൾ ചെവിയിൽ ഉണ്ടാക്കുന്ന വേസ്റ്റ് അല്ല. പലരും ആ ഒരു തെറ്റിദ്ധാരണയാണ് അതൊരു വേസ്റ്റാണ്, അതുകൊണ്ട് നമ്മളത് എടുത്ത് ഒഴിവാക്കണം എന്ന് പറയുന്നത്. നമ്മുടെ ചെവിയുടെ ഇയർ ഡ്രമ്മിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ ചെവിക്കകത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫോറിൻ ബോഡീസ്, പാറ്റകൾ, ചെറിയ ചെറിയ ഉറുമ്പൊന്നും ഉള്ളിലേക്ക് കടത്തി വിടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ബോഡി തന്നെ ഉണ്ടാക്കുന്ന ഒരു സെക്രീഷൻസ് ആണ് ചെവിക്കായം എന്ന് പറയുന്നത്. ചെവിക്കായം സാധാരണയായിട്ട് ഉണ്ടാകുന്നത് രണ്ട് ഗ്രന്ഥികളിൽ നിന്നാണ്, സെറൂമിനസ് ഗ്ലാൻഡ്, അതുപോലെ തന്നെ സെബേഷ്യസ് ഗ്ലാൻഡ്. ഈ രണ്ട് ഗ്രന്ഥികളിൽ നിന്നാണ് ചെവിക്കായം സാധാരണയായിട്ട് ഉണ്ടാകുന്നത്. സെറൂമിനസ് ഗ്ലാൻഡ് എന്നുണ്ടാകുന്നത് കൊണ്ടാണ് നമ്മൾ ഇയർ വാക്സിനെ സെറൂമിൻ എന്നുകൂടി പൊതുവെ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഇയർ വാക്സ് നമുക്ക് നമ്മുടെ ഇന്നർ ഇയറിനെ, അതായത് ഇയർ ഡ്രമ്മിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കാരണവശാലും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ചൂയിങ് മൂവ്മെൻറ്റ്സ്, അതേപോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ആ ഒരു വ്യത്യാസം കൊണ്ട് പലർക്കും അത് ചെറിയ ചെറിയ രീതിയിൽ പുറത്തേക്ക് പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ചെവിക്കായം ഇതേപോലെ ഷാർപ്പായ ഓരോ കാര്യങ്ങൾ കൊണ്ട് റിമൂവ് ചെയ്യുമ്പോൾ, അതുപോലെ സ്ലൈഡ് കൊണ്ട്, സേഫ്റ്റി പിന്നിൻ്റെ പിറകുവശം കൊണ്ട്, അതുപോലെ ഇയർബഡ്സ് കൊണ്ടൊക്കെ നമ്മൾ ഫോഴ്സ്ഫുള്ളി റിമൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയ ചെറിയ ഇഞ്ചുറീസ് ഉണ്ടാവാം. നമുക്കറിയാം, ചെവിക്കകത്ത് പലരും ചെയ്യുമ്പോൾ നമ്മുടെ ഇയർബഡ്സിനകത്തൊക്കെ ബ്ലഡ് കാണാറുണ്ട് അല്ലേ? അപ്പോൾ അത് നമ്മുടെ ഫോഴ്സ്ഫുള്ളി അങ്ങനെ റിമൂവ് ചെയ്യുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഭയങ്കര കട്ടിയുള്ള ഇയർ വാക്സ് ആണ് എങ്കിൽ നമ്മൾ അധികം ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരും, വേദന ഉണ്ടാകും, മുറിവുകൾ ഉണ്ടാവും ചെവിക്കകത്ത്. നമ്മുടെ ഇയർ ഡ്രം എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കർണപടം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുറിവ് വരാം, കർണപടത്തിന് ഹോള് വീഴാം, അതുവഴി നമുക്ക് ഇൻഫെക്ഷൻ വരാം, കേൾവിക്കുറവ് വരാം, ഈ രീതിയിലുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് നമുക്ക് അത് രീതിയിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഇയർബഡ്സ് കൊണ്ടോ, അതുപോലെ സേഫ്റ്റി പിന്ന് കൊണ്ടോ, വേറെ എന്തെങ്കിലും പിന്ന് കൊണ്ടോ കീ കൊണ്ടോ ഒന്നും ഒരു കാരണവശാലും ചെവിക്കകത്ത് കുത്തി നമ്മൾ ഇയർ വാക്സ് റിമൂവ് ചെയ്യാതിരിക്കുക. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഇയർ വാക്സ് നല്ല കട്ടിയുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയർ വാക്സ് റിമൂവ് ചെയ്യുന്ന ഇയർ ഡ്രോപ്സുകളുണ്ട്. അത് നമുക്ക് ഹോമിയോപ്പതിയിലും എല്ലാ സിസ്റ്റത്തിലും അത് അവൈലബിൾ ആണ്.
അപ്പോൾ ആ ഇയർ ഡ്രോപ്സ് നമ്മൾ തുടർച്ചയായിട്ട് ഒരു 5 ദിവസം ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കതൊന്ന് സോഫ്റ്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി തന്നെ അത് മെല്ലെ മെല്ലെ കുറേശ്ശെ പുറത്തേക്ക് വരും. അപ്പം അങ്ങനെയാണ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ പലരും ഉപയോഗിക്കാറുള്ളത് ഗ്ലിസറിൻ ഉപയോഗിക്കാറുണ്ട് പലരും, അതുപോലെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കാറുണ്ട്, അതേപോലെ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഇളം ചൂടിൽ 1-2 ഡ്രോപ്പ് അങ്ങ് ഒഴിക്കാറുണ്ട്. ഈ രീതിയിലൊക്കെ പലരും ചെയ്തു വരാറുണ്ട്. നമുക്കറിയാം കേൾവിക്കുറവ് ഉണ്ടാകുമ്പോൾ, അതുപോലെ തന്നെ ഇയറിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരിക, ചെവിനകത്ത് സ്മെല്ല് വരിക, അതുപോലെ പച്ച നിറത്തിലൊക്കെ ചെവിനകത്ത് ഒലിക്കുക, മഞ്ഞ നിറത്തിൽ ഒലിക്കുക, അങ്ങനെയൊക്കെ ഇൻഫെക്ഷൻസ് ഉണ്ട്. അതുപോലെ കട്ടിയായിട്ടുള്ള ഇയർ വാക്സ് ഉണ്ട്, കേൾവിക്കുറവ് വരിക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ENT ഡോക്ടറെ കാണിക്കുക. അവർ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഇൻഫെക്ഷൻസ് ഒന്നും വരാതെ റിമൂവ് ചെയ്യുന്നതാണ്. അല്ലാതെ നമ്മളൊരു കാരണവശാലും ഇതേപോലെ കുത്തി റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ കട്ടിയില്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട. നമ്മൾ ആ ഇറിറ്റേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അടുത്ത ഡോക്ടറെ കാണിച്ചൊന്ന് ചെക്ക് ചെയ്യുക മാത്രം ചെയ്താൽ മതി. അല്ലാതെ ഇയർബഡ്സ് ഇട്ട് കുത്തി ഇൻഫെക്ഷൻ ആവുകയും അതുപോലെ ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകാതിരിക്കുക. ഇതിൻ്റെ വിദഗ്ധരായ ഡോക്ടർമാർ ഇയർ സക്ഷൻ ക്ലീനിങ് ഒക്കെ വഴി, അതേപോലെ വെള്ളമൊക്കെ അടിച്ച് തന്നെ നമുക്ക് ചെവി നല്ല രീതിയിൽ പ്രോപ്പറായ രീതിയിൽ അവർ ക്ലീൻ ആക്കി തരും. ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം. അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും ഈ രീതിയിലുള്ള സേഫ്റ്റി പിന്നുകളോ അതൊന്നും ചെവിക്കകത്ത് ഇടരുത്. ഇയർ വാക്സ് നമ്മളൊരു കാരണവശാലും അങ്ങനെ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ ഇയർ ഡ്രമ്മിനെ, കർണപടത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ ചെവിക്കകത്ത് ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ബോഡിയുടെ തന്നെ, നമ്മൾ വിയർക്കുമ്പോൾ നമുക്ക് ശരീരത്തിൽ വിയർപ്പ് ഉണ്ടാകുന്ന പോലെ തന്നെ ചെവിക്കകത്ത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെവിയകത്തുള്ള ഗ്ലാൻസായ സെറൂമിനസ് ഗ്ലാൻസും സെബേഷ്യസ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന സെക്രീഷൻസ് ആണ് ഇയർ വാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ അത് ചെവിനകത്ത് ഉണ്ടെന്ന് വിചാരിച്ചിട്ടൊരു പ്രശ്നവുമില്ല. റെഗുലർലി അങ്ങനെ ക്ലീൻ ആക്കുന്ന പലരും എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ മൂവ്മെൻറ്റ്സ് കാരണം, നമ്മുടെ ക്യൂയിങ് മൂവ്മെൻറ്റ്, അതേപോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ആ മൂവ്മെൻറ്റ്സ് വഴി ബുദ്ധിമുട്ടുള്ളത് പുറത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ അറിവിലേക്ക് ആരും കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു.